നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രൂഡ് ഓയിലിന്റെ വിലത്തകർച്ചയും കോവിഡ്-19 വ്യാപനവും സൗദി അറേബ്യയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. 2020 മാത്രം ക്രൂഡിന്റെ വിലയിൽ രേഖപ്പെടുത്തിയ ഇടിവ് 57%. ഒരുപക്ഷെ വിപണിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത പതനമാണ് ഈ വർഷം സംഭവിച്ചിരിക്കുന്നത്. അതേസമയം കൊറോണ വൈറസ് മഹാമാരി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സൗദിയെ നയിച്ചേക്കുമെന്ന് സൗദി അറേബ്യ ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജാദൻ വ്യക്തമാക്കിയിരുന്നു. ഈ പ്രതിസന്ധി നേരിടുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. കോവിഡ്-19 വൈറസ് ബാധ പടരുന്ന പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ തമ്മിലുള്ള കടുത്ത മത്സരം വിലയുടെ കാര്യത്തിൽ ഒരു ഫ്രീ ഫാൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ലോകത്തെ പ്രമുഖ ഉൽപാദക രാജ്യങ്ങളായ സൗദി അറേബ്യയും റഷ്യയും ഡിമാൻഡ് കുറയുന്ന അവസ്ഥയിലും ഉൽപാദക ചുരുക്കം എന്ന തന്ത്രത്തിന് ഒരുങ്ങുന്നില്ല എന്ന് മാത്രമല്ല മത്സരിച്ച് വില കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ഗൾഫ് മേഖലയുടെ സാമ്പത്തിക ഭാവിയെ സംബന്ധിച്ച് പുതിയ ആശങ്കകൾ വളർത്തുകയാണ്. കാരണം ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ മധ്യേഷ്യയിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ ഇന്ന് പലവിധ പ്രതിസന്ധികൾക്ക് നടുവിലാണ്. ഒരു വിധത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ അവർ ശ്രമിക്കുമ്പോഴാണ് തീർത്ഥാടന ടൂറിസം ഉൾപ്പെടെയുള്ള രംഗങ്ങളുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ട് കൊറോണയുടെ വരവ്. ഇതേ തുടർന്ന് ബജറ്റിലെ ചിലവിനത്തിൽ വലിയ കുറവ് വരുത്താൻ സൗദി ഭരണകൂടം നിർബന്ധിതമായിരിക്കുകയാണ്. സൽമാൻ രാജകുമാരൻ ലക്ഷ്യമിടുന്ന പരിഷ്കാരങ്ങളെയും പ്രതിസന്ധി ബാധിക്കുമോ എന്ന സംശയവും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ചിലവുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചില സർക്കാർ പ്രൊജക്ടുകൾ വൈകുമെന്ന് ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജാദൻ വ്യക്തമാക്കുന്നു. ആഗോള വിപണിയിൽ ഇപ്പോൾ ക്രൂഡിനുള്ള വില കഴിഞ്ഞ വർഷം ഈ സമയത്തുണ്ടായിരുന്നതിന്റെ പകുതി മാത്രമാണ്. സൗദി സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ എണ്ണ കമ്പനി അരാംകോയുടെ ലാഭത്തിൽ 25% കുറവാണ് ഈയിടെ പുറത്തുവന്ന കണക്കുകളിൽ ഉണ്ടായത്. ഇതിനു പുറമെ യമനുമായുള്ള യുദ്ധം, മാധ്യമപ്രവർത്തകൻ ഖഷോഗിയുടെ കൊലപാതകത്തെ തുടർന്ന് അന്താരാഷ്ട്ര രംഗത്തുണ്ടായ തിരിച്ചടി, സൗദി അറേബ്യ നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ്. അതേസമയം മറ്റേത് രാജ്യത്തിനോടും കിടപിടിക്കുന്ന ആസ്തി സൗദി കൂടുതൽ വലിയ തകർച്ചയിൽ നിന്ന് കൈപിടിച്ചുയർത്തുമെന്ന് കരുതുന്നവരും ഏറെയാണ്. എണ്ണവിലയിലുണ്ടായ വലിയ ഇടിവിനെ തുടർന്ന് സൗദി സർക്കാരിന്റെ വരുമാനത്തിൽ 22% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. സൗദി അരാംകോയുടെ ലാഭത്തിൽ 25% കുറവാണ് ഇതിൽ പ്രധാനം. ഇത് തെളിയിക്കുന്നത് സൗദിയുടെ ചിലവ് വലിയ തോതിൽ കുറയ്ക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അത് പദ്ധതികളെ ബാധിക്കാനും ഇടയുണ്ട്. ഇതിനു പുറമെ സൗദിയിൽ കോവിഡ് പടർന്നതും പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ നാട്ടിലേക്ക് മടങ്ങുന്നത് കൂടുതൽ വലിയ പ്രതിസന്ധി നിർമ്മാണ മേഖലയിൽ സൃഷ്ടിച്ചേക്കും. ഇപ്പോൾ സൗദിയിൽ കഴിയുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ അവസ്ഥയും ദുരിതപൂർണമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ സൗദിക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉണ്ടായ പ്രതിച്ഛായ നഷ്ടമാണ് ആ രാജ്യം നേരിടുന്ന മറ്റൊരു പ്രധാന ഭീഷണിയായി കണക്കാക്കുന്നത്. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിൽ സൗദിക്കുള്ള പങ്കിനെ തുടർന്നുണ്ടായ തിരിച്ചടിയിൽ നിന്ന് ഇതുവരെ കരകയറാൻ സൗദിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപത്തിന്റെ തോതും കുറഞ്ഞു. ഒരു മാടമ്പി സംവിധാനമാണ് സൗദിയുടേത് എന്ന് കരുതുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ എണ്ണം ഏറി വരികയുമാണ്. അയൽ രാജ്യമായ യമനുമായുള്ള യുദ്ധം 5 വർഷമായി പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ലാതെ തുടരുകയാണ്. ഇതുമൂലം വലിയ സാമ്പത്തിക ബാധ്യതയാണ് സൗദിക്ക് സാമ്പത്തികമായി ഉണ്ടാകുന്നത്. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് സൗദി ഇവിടെ നടത്തുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഇതുപോലെ ഖത്തറുമായുള്ള പ്രശ്നങ്ങളും സൗദിക്ക് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ഖത്തറിനെതിരെ തിരിഞ്ഞതോടെ ഗൾഫ് അറബ് കൗൺസിൽ ഫലത്തിൽ ഐക്യമില്ലാത്ത രാജ്യങ്ങളുടെ കൂട്ടായ്മയായി. എന്നാൽ പല മേഖലകളിൽ നിന്നും നാനാവിധ പ്രതിസന്ധിയെ നേരിടുന്നുണ്ടെങ്കിലും സൗദി അറേബ്യയ്ക്ക് സാമ്പത്തികമായി അതിജീവിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് കരുതുന്നവരും ഏറെയാണ്. ചെലവ് ചുരുക്കൽ നടപടികളിലൂടെ $26 ബില്യൺ കുറവാണ് സൗദി സർക്കാർ വരുത്തിയിരിക്കുന്നത്. ഇത് സൗദിയുടെ പല പദ്ധതികളെയും ബാധിക്കുമെന്നാണ് കരുതുന്നത്. മിഷൻ 2030 പദ്ധതി ഇതോടെ അവതാളത്തിലാകുമെന്ന ആശങ്കയും ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. എണ്ണയെയും മറുനാടൻ തൊഴിലാളികളെയും ആശ്രയിച്ചുള്ള വികസനത്തിൽ നിന്ന് മാറി പുതിയൊരു ക്രമം വികസിപ്പിക്കാനാണ് രാജകുടുംബം ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതാണ് മിഷൻ 2030 പദ്ധതി. ഇതിന്റെ ഭാഗമായാണ് $500 ബില്യൺ നഗര നിർമ്മാണം മരുഭൂമിയിൽ നടക്കുന്നത്. നിയോം എന്ന ഈ നഗര പദ്ധതി അറിയപ്പെടുന്നത് ഇതിന്റെ നിർമ്മാണം നിർത്തിവെക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പദ്ധതി വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 26,500 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിൽ സൗദി അറേബ്യക്കകത്ത് എല്ലാ അർത്ഥത്തിലും വേറൊരു ലോകം സൃഷ്ടിക്കാൻ നിയം ലക്ഷ്യമിടുന്നു. മുഹമ്മദ് ബിൻ സൽമാന്റെ മറ്റൊരു പരിഷ്കരണ പദ്ധതികളെയും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. സ്വകാര്യ മേഖലകളിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നത് അടക്കമുള്ള സാമ്പത്തിക മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ ഉണ്ടാകുമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞതായി സൗദിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ കാര്യം ആശങ്കയിലാക്കും. എന്നാൽ
1981-ൽ എണ്ണവില കുറഞ്ഞപ്പോൾ സമാനമായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നതായും അത് രാജ്യം അതിജീവിച്ചതാണെന്നാണ് ശുഭാപ്തി വിശ്വാസികളായ സൗദി വിദഗ്ധർ പറയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.